ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകട മരണത്തെ തുടർന്ന് ഇറാനിൽ അധികാരത്തിൽ വന്ന മസൂദ് പെഷഷ്കാൻ, അദ്ദേഹത്തിന് 70 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം ഇറാനിൽ അറിയപ്പെടുന്ന ഒരു കാർഡിയോ സർജനാണ്. അദ്ദേഹത്തെ പറ്റി ചില വാർത്തകൾ വരുന്നു. അതായത് പ്രഷ്യൻ ഭാഷയിലുള്ള കാനഡയിൽ നിന്നും വാർത്ത വരുന്നു, വെബ്സൈറ്റിൽ വാർത്ത വരുന്നു, ചില ഫ്രഞ്ച് അവിടുന്ന് പ്രസിദ്ധീകരിക്കുന്ന അറബ് പത്രങ്ങളിലും പേർഷ്യൻ ഭാഷയിലുള്ള പത്രങ്ങളിൽ വാർത്ത വരുന്നു, വെബ്സൈറ്റിൽ വാർത്ത വരുന്നു. വാർത്ത വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം ഷിയ മുസ്ലിം വിശ്വാസി അല്ല, ഇദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പല കാര്യങ്ങളും അത് നികത്തിയാണ് ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായ 3ഓളം വാർത്തകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പറയുന്ന പല തെളിവുകളും വെച്ച് ഇയാൾ ക്രൈസ്തവ വിശ്വാസിയാണെന്ന് പറയുന്നതിൻ്റെ കാരണം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളത് ഇതിനെപ്പറ്റി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത പല സംഭവങ്ങളും കിട്ടാൻ പോവുകയാണ്. കാരണം ഇത് ഇറാനെ പോലും ആ വാർത്ത ഞെട്ടിച്ചിരിക്കുകയാണ്. പല ഇസ്ലാമിക ലോകത്തും വലിയ കോളുകളൊക്കെ ഉണ്ടായി. കാരണം ഷിയ സെക്ടറിയൻ റൂളും ആധ്യാത്മിക നേതാവുമുള്ള ഒരു രാജ്യത്ത് ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനായിട്ട് ഇത്രയും നാളും ജീവിച്ച ഒരാളാണ് ഇപ്പോഴത്തെ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കാൻ. ഇനി ഓരോന്നും പറയാം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഫത്തേജി 1994 ഒരു കാർ അപകടത്തിൽ, അവരറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റായിരുന്നു, ഡോക്ടറായിരുന്നു ഈ ടെഹ്റാനിലൊക്കെ, വളരെ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള. അവർ നേരത്തെ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ. അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഉണ്ടായ സംഭവം, ഒരു കാർ ആക്സിഡൻറ്റിൽ ഇവരും അവരുടെ ഇളയ മകനും മരിച്ചുപോയി. പിന്നീട് ഈ പെഷഷ്കാൻ വല്ലാതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി. അദ്ദേഹം ഒരു ഡോക്ടറും കൂടാണ്, പൊളിറ്റിക്സിലും ഉണ്ട്, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസിലുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം കംപ്ലീറ്റ് അങ്ങ് ഡൗൺ ആയിപ്പോയി. പിന്നീട് ഇദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്. ഒരാൾ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി ആ ആക്സിഡൻറ്റിൽ. ഇയാൾ സിംഗിൾ പേരൻ്റായിട്ടാണ് ഈ കുട്ടികളെ വളർത്തിയത്. അതും ഈ കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നതിന് വലിയ സത്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത് സത്യം തന്നെയാണ്. അത് ഇറാനിയൻ പത്രവും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത്. പിന്നീട് ഇയാൾ കല്യാണമൊന്നും കഴിക്കാൻ പോയില്ല. അപ്പം ഇയാളുടെ ഭാര്യയുടെ അനുജത്തി, കകന്ത ബന്ധുവാണ് ആ സ്ത്രീ. അവർ പണ്ട് ഇസ്ലാമിക് റവല്യൂഷനൊക്കെ വന്ന് കാനഡയിലൊക്കെ പോയി അവിടെ സെറ്റിലായി. ഇയാളെ കാണാനൊക്കെ വന്ന് ഇയാളൊക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ ക്രിസ്ത്യനായിരുന്നു. അവരിൽ കൂടിയാണ് ഇവർ ക്രിസ്ത്യനായത് എന്ന് ഈ പ്രഷ്യൻ ഭാഷയിലുള്ള ഈ വെബ്സൈറ്റുകളും പോഡ്കാസ്റ്റിലൊക്കെ പറയുന്നത്. അപ്പം അതിനുശേഷം ഇയാൾ ഇതായ ശേഷം വീണ്ടും ഇയാളെ കൊണ്ട് ആക്റ്റീവാക്കിയിട്ട് വീണ്ടും രാഷ്ട്രീയത്തിലൊക്കെ കൊണ്ടുവന്നത് ഇയാളുടെ ഭാര്യയുടെ അനുജത്തി അകന്ന ബന്ധുവിലുള്ള ആ സ്ത്രീയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ സിംഗിൾ പേരൻ്റ് ആയിരുന്നു. കാരണം ഈ കുട്ടികളെയൊക്കെ വളർത്തുന്ന സമയത്ത് വീണ്ടും ഇയാൾ ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നു. പക്ഷേ ഇയാൾ ആരോടും പറഞ്ഞില്ല ഇയാളൊരു ക്രിസ്ത്യൻ ബിലീവറാണെന്നുള്ള കാര്യം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഡെവലപ്മെൻറ്റുകൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതാണ് ഈ പത്രങ്ങളിലെ റിപ്പോർട്ട്. ഇതുമായിട്ട് നിങ്ങളിത് ടാലി ചെയ്ത് നോക്കണം. ഇയാൾ പ്രസിഡൻ്റായ ശേഷം, അതായത് ടെഹ്റാൻ എന്ന് പറഞ്ഞ പ്രസിഡൻറ്റ് പാലസ് ആണെങ്കിലും ഓഫീസാണെങ്കിലും, അവിടെ എല്ലാ പ്രസിഡൻറ്റുമാരും എല്ലാ വെള്ളിയാഴ്ചയും അവരുടെ ഈ വെള്ളിയാഴ്ച നമസ്കാരത്തിന് പോകാറുണ്ട്. അപ്പം ഇന്ന് വരെ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്ത ശേഷം ഈ പെഷഷ്കാൻ ഇന്ന് വരെ അവൾ ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ മറ്റുള്ള ഇസ്ലാമിക ഷിയ പരിപാടിക്കൊന്നും ഇയാൾ പങ്കെടുക്കാറേയില്ല. ജസ്റ്റ് ഇങ്ങനെ ഖമേനിയെ കാണുമ്പോൾ കാണുന്നു, അല്ലാതെ വേറൊരു പരിപാടിക്ക് ഇയാൾ പോകാറില്ല. ഒന്ന്. ഈ രണ്ടാമത് ഇയാളെ പറ്റി പറയുന്നത് ശ്രദ്ധിക്കണം. ഏകദേശം 2800ഓളം ക്രിസ്ത്യൻ മിഷണറിമാരെ ജയിലിലാക്കിയിരുന്നു ഇബ്രാഹിം റൈസി. ഇവരെ എല്ലാം ഇയാൾ പറഞ്ഞു വിട്ടു, ഒരു കേസുമില്ല. ഒരു മനസ്സിലാക്കുക, ഈ മതനിന്ദ എന്ന് പറയുന്നതും ഇസ്ലാമിൽ നിന്നും, അതായത് മറ്റുള്ള മതത്തിലോട്ട് കൊണ്ടുപോയി കൺവേർട്ട് ചെയ്യുന്നവരെ വലിയ ക്രൂരമായ തലവെട്ടുന്ന കേസ് വരെയാണ് അവിടെ. അവരെ മുഴുവൻ ഇയാൾ പറഞ്ഞു വിട്ടു, ഒരു കേസും എടുക്കാതെ പറഞ്ഞു വിട്ടു.
ഈ മാസ അമീനിയുമായിട്ടൊരു ഇഷ്യൂവിൽ വളരെയധികം സ്ത്രീകളെയും ആൾക്കാരെയൊക്കെ ജയിലിലിട്ടിരുന്നു. അവരോട് ക്ഷമ ചോദിച്ചിട്ടാണ് ഇയാൾ പറഞ്ഞത്. എന്നിട്ട് അവിടുത്തെ പത്രങ്ങളോട് കർശനമായിട്ട് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യരുത്, കാരണം പ്രശ്നമുണ്ടാക്കി റിപ്പോർട്ട് ചെയ്യരുത്, കർശന നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഓരോ ഇൻസിഡൻറ്റ് 1 by 1 ആയിട്ട് എടുത്തിട്ട് ഇനി അടുത്ത സംഭവം പറയുന്നത്, ഈ മസൂദ് പെഷഷ്ഖാനുമായിട്ട് ബന്ധമുള്ള, അതായത് നല്ല അടുപ്പമുള്ള പല IRGCയുടെ സൈനികർ, സീനിയർ ഉദ്യോഗസ്ഥന്മാർ, ഇവരിൽ പല ആൾക്കാരും ക്രിസ്ത്യൻസ് ആയിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അവിടെ 10-12% മുകളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. കാരണം അവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസാണ്, അവർ അണ്ടർഗ്രൗണ്ട് ചർച്ചിലാണ് പോകുന്നത്. അപ്പം അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഖുമൈനിയുടെ സ്വാധീനം ഈ പറയുന്ന IRGCന്ന് എടുത്ത് കളഞ്ഞു. അതാണ് അടുത്ത വലിയ സംഭവം ഉണ്ടായത്. അതേപോലെ ഖുമൈനിയുടെ മകനാണ് അടുത്തത് അവിടെ ഈ അലി ഖുമൈനി കഴിഞ്ഞാൽ വരേണ്ടത്. അവനെ അങ്ങ് ഒതുക്കി. അതാണ് ഈ ഖുമൈനിയെ പറ്റി ഒരു വാർത്തയൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ അയാൾ എല്ലാ വെള്ളിയാഴ്ചയും അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം ഇവർ കൊടുക്കുന്ന ഒരു കുറിപ്പ് മാത്രമേ അയാൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, അമേരിക്കയിൽ ഫയർ വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അതായത് എപ്പോഴും അമേരിക്കയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അള്ളാഹുടെ സംഭവമാണ്, പടച്ചോൻ ചെന്ന് പറയുന്ന അയത്തുള്ള ഖുമൈനി, അതേപോലെ അലി ഖുമൈനി, അതെല്ലാം മാറിയിട്ട് ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുമെന്നും അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞു. അതായത് ഇറാനിയൻ പ്രസിഡന്റ് അവരുടെ ക്യാബിനറ്റിലുള്ളവർ. അപ്പം നിങ്ങൾ മനസ്സിലായിക്കോണം സംഭവം പിച്ച് മാറി. എന്നിട്ട് നിങ്ങൾ കണ്ടു ഇപ്രാവശ്യം വലിയ ക്രിസ്തുമസ് ആയിരുന്നു ആഘോഷം. അതേപോലെ അവിടെയുള്ള ഈ ക്രൈസ്തവരോട് പറഞ്ഞ് നിങ്ങൾ ഒളിഞ്ഞും പാത്തും എവിടെയും പോകണ്ട, ഓപ്പൺ ഫോർ യു, നിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് നിങ്ങൾ കണ്ടതാണ്, എയർപോർട്ടിൽ വെച്ച് സംഭവം ഉണ്ടാകുന്നു. അവിടെ ഒരു ഷിയ ക്ലർജിമാൻ ഒരു സ്ത്രീയെ ഈ തട്ടവിടാത്തതിൻ്റെ പേരിൽ ഹിജാബ് ധരിക്കാൻ പറഞ്ഞു, അവരെ കൊണ്ട് ഇടിയും കൊടുത്തു. അയാൾക്ക് ഇടിയും കൊടുത്ത് അയാളുടെ തട്ട ദൂരെ കളഞ്ഞു. അവർക്കെതിരെ കേസുമില്ല, ഒന്നുമില്ല. ഇത് നമ്മൾ കണ്ടതാണ് ഇത് മുഴുവനും. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇയാൾ ഈ ക്രൈസ്തവനാണെന്ന് പല തെളിവുകളും വെച്ചാണ് ഈ പ്രഷ്യൻ ഈ വെബ്സൈറ്റുകളും പോഡ്കാസ്റ്റും ചെയ്യുന്നത്. ഓരോ തെളിവുകൾ വെച്ചാണ് പറയുന്നത്. അതേപോലെ വളരെ വളരെ രസകരമായൊരു സംഭവം, അവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യക്കാരുണ്ട്, കച്ചവടക്കാരൊക്കെ വളരെ ചെറിയ, അവരെ വിളിച്ചിട്ട് ഇവരുടെ ക്യാബിനറ്റിലുള്ളവർ പറഞ്ഞു, ഇവിടെ ഹിന്ദു ടെമ്പിൾസും കൊണ്ടുവരണം, അതിന് ഗവൺമെൻറ് ലാൻഡ് കൊടുക്കാൻ തയ്യാറാണ്. അതായത് ഇറാനെ മൾട്ടിപ്പിൾ റിലീജിയസ് രീതിയിലോട്ട് മാറ്റാനാണ് ഈ പ്രസിഡന്റ് ശ്രമിക്കുന്നത്. അതിനയാൾക്ക് ക്യാബിനറ്റിൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ സംഭവം ഇയാൾ ചെയ്ത സംഭവം കേട്ടതാണ്, ഇറാൻ്റെ ക്യാപിറ്റലായ ടെഹ്റാനെ അവിടുന്ന് മാറ്റി മക്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ ജാനുവരി 8 അയാൾ ഡിസൈഡ് ചെയ്തു. ഇതിൻ്റെ പിറകിലുമുണ്ട് കഥ. അതായത് അവിടെയുള്ള ഇറാൻ ഇസ്ലാമിക രാജ്യമാണ്. അവിടെ ആ ടെഹ്റാൻ എന്ന് പറയുന്ന സിറ്റിക്കകത്ത് നമ്മൾ പോകുമ്പോഴും മനസ്സിലാകും, വേറെ ക്യാപിറ്റൽ സിറ്റി ആണെങ്കിലും ഓഫീസാണെങ്കിലും അവിടെ മുഴുവൻ ഇസ്ലാമിക ഷിയ സംഭവങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അതുള്ള ഒരു ക്യാപിറ്റൽ ഇനി അയാൾക്ക് വേണ്ട. അതിൻ്റെ പേരിലാണ് സെക്കുലറായിട്ടുള്ളൊരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാകട്ടെ, അതിൻ്റെ പേരിലാണ് മക്രാനിലോട്ട് മാറ്റുന്നത്. അതായത് അവിടെ ഇനി ഈ പറയുന്ന ഇസ്ലാമിക സാധനം കുടച്ചക്രങ്ങളൊന്നും വേണ്ട, സെക്കുലർ ആയിരിക്കും ഈ രാജ്യം. ഇത് സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഇയാളിത് ചെയ്തത് എന്ന് പറയുന്ന ചില പത്രങ്ങൾ ഇത് കോട്ട് ചെയ്ത് പറയുകയാണ്. പിന്നീട് ഇദ്ദേഹം ട്രംപുമായിട്ട് ഡയറക്റ്റ് ഇയാളുടെ ആൾക്കാരെ വെച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് ട്രംപിനെ കാണാൻ താല്പര്യമുണ്ട് എത്രയും വേഗം. അതിനകത്ത് ഹിന്ദും ചെയ്തു, അയാളൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്, ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിശ്വാസിയാണ്, അയാൾക്ക് ബഹളത്തിനും പ്രശ്നത്തിനും ഒന്നും പോകാൻ താല്പര്യമില്ല, ട്രംപിനെ കണ്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. മനസ്സിലാക്കുക കേരളത്തിലെ സുഡാബി കുഞ്ഞുങ്ങളെ, ഇറാൻ ഫാനുകളെ, നിങ്ങളുടെ രാജ്യമായിരുന്നില്ല ഇറാൻ, ഇനി ഇതേപോലെ പിന്തുടരണം കേട്ടല്ലോ. ഇതാണ് ഈ പറയുന്നത്, നിനക്കൊക്കെ തലയ്ക്ക് ഭ്രാന്ത്, നീ മതം വെച്ചാണ് എല്ലാം കാണുന്നത്. അവസാനം അറിഞ്ഞ സംഭവം കണ്ടില്ലേ, അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും വിസിബിളാകും. അതായത് ഇറാനിയൻ പ്രസിഡന്റ് ക്രിസ്ത്യനാണ്, അവിടെ ഇത്ര % ക്രിസ്ത്യനുണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, അവിടെ ക്രിസ്ത്യൻ ആൾക്കാർക്ക് അവിടെ എന്ത് രീതിയിലും
അവർക്ക് ഏത് രീതിയിലുള്ള അവർക്ക് റിലീജിയസ് കാര്യങ്ങൾ ചെയ്യുക, ഹിന്ദുക്കൾക്ക് ചെയ്യുക, മറ്റുള്ള മതം അതിൻ്റെ സെക്കുലർ സംഭവം ഫോർമാറ്റ് അവർ റിലീസ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റി പോലും മാറ്റുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പറയുന്ന സംഭവം, ഈ ടെഹ്റാൻ ക്യാപിറ്റൽ സിറ്റി എന്ന അതിക്രൂരമായ ക്യാപിറ്റൽ സിറ്റിയാണ്. അവിടെ വന്ന് ഈ ലോകം മുഴുവനും പഴിക്കുന്നൊരു സിറ്റിയാണ് ടെഹ്റാൻ ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ആ സിറ്റിയുടെ ക്യാപിറ്റലിൽ ഇരുന്ന് ഭരിക്കുന്നവർക്ക് അതേ ശാപമുണ്ടാകും. അതുകൊണ്ടാണ് സിറ്റി പോലും മാറ്റുന്നത്. അപ്പം ഇതിനകത്തുള്ള കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കാൻ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ബിലീവറാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം.